കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നു. അദ്ദേഹത്തിന് കല്യാണം ഉറപ്പിക്കുന്നതിന് വേണ്ടി വന്നതാണ്. പക്ഷെ കല്യാണം ഉറപ്പിക്കാൻ വിധിക്കപ്പെട്ട പെൺകുട്ടിയെ 2 ദിവസം മുമ്പ് ശാരീരിക അസ്വസ്ഥത നേരിട്ടപ്പോൾ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ മരണപ്പെട്ടു. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവൾക്ക് ക്യാൻസറായിരുന്നു. 20 വയസ്സുള്ള ഒരു പെൺകുട്ടി ക്യാൻസറായിരുന്നു. ക്യാൻസറിൻ്റെ 4ാമത്തെ ഘട്ടത്തിലായിരുന്നു, അറിഞ്ഞില്ല. ഇതാണ് ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുറേ അവസരങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ ഈ ദുനിയാവിൻ്റെ പല കാര്യത്തിലും വല്ലാതെ ടെൻഷനിലാണ്. ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്നുണ്ട്, +2 പരീക്ഷ നടക്കുന്നുണ്ട്, എൻട്രൻസ് എക്സാമുകൾ നടക്കുന്നുണ്ട്. എൻ്റെ മോൾക്ക് 10A+ കിട്ടൂലേന്നേ. എൻ്റെ മോൾക്ക് അടുത്ത വർഷം +2 കഴിഞ്ഞാൽ നല്ല ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് അവൾക്ക് സീറ്റ് കിട്ടൂലേ? ഈ വർഷം മെയ് മാസത്തിൽ എൻട്രൻസ് എഴുതുന്ന എൻ്റെ മോൾക്ക് അത് കിട്ടൂലേ? ടെൻഷനുകളാണ്. എനിക്കൊരു വീട് പണിയണം, എനിക്കൊരു നല്ല വാഹനം വാങ്ങണം, എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ദുനിയാവിൻ്റെ കാര്യത്തിലുള്ള നമ്മുടെ ടെൻഷനാണ്. ഈ ദുനിയാവിന് വേണ്ടി ഓടുന്ന ഓട്ടപ്പാച്ചിലുകളെല്ലാം ഈ ദുനിയാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. പരലോകത്തേക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ ഉതകുന്ന നന്മകളിൽ സജീവമാകുവാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന കാര്യം ഒരു വേള ഒന്ന് ആലോചിക്കുക. കാരണം കഴിഞ്ഞ വർഷം നോമ്പ് തുറന്ന, നമ്മുടെ കൂടെയിരുന്ന് നോമ്പ് തുറന്ന ആളുകൾക്ക് കിട്ടാത്തൊരവസരമാണ് കേട്ടോ ഇത്. പലർക്കും ലഭ്യമാകാതെ പോയ അവസരമാണ്. പലർക്കും കിട്ടിയിട്ടും വേണ്ടത്ര മനോഹരമായി ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്ന അവസരമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 4 ചുമരിനു ചുറ്റും ജീവിതം ഹോമിക്കപ്പെട്ടു പോയ ആളുകൾ, എഴുന്നേക്കാൻ കഴിയാതിരിക്കുന്ന ആളുകൾ, ഒന്ന് പുറത്തിറങ്ങാൻ കൊതിക്കുന്ന ആളുകൾ, ഒന്ന് പുറത്തിറങ്ങി ഈ ഭൂമി ലോകത്തൊന്ന് ചവിട്ടി നടക്കാൻ കൊതിക്കുന്ന ആളുകൾ എത്ര ഉണ്ടെന്നറിയോ? കുറേ ഉണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. ഈ ലോകം എന്നുള്ളത് നൈമിഷികമാണ്, വളരെ പെട്ടെന്ന് അവസാനിച്ചു പോകുന്നതാണ്, ഏത് സമയത്തും തീർന്നു പോയേക്കാവുന്ന ഒരു ലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും അവധി തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. നമ്മുടെ ജനിച്ച സമയത്തുള്ള രൂപമല്ല ഇപ്പോൾ, അല്ലല്ലോ. അന്ന് ഞാൻ ഉണ്ടായിരുന്ന പോലെയൊന്നുമല്ല. ഇന്നെനിക്ക് കുറേ മാറ്റങ്ങളുണ്ട്. എൻ്റെ ശരീരം മാറി, ജീവിതത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും യാന്ത്രികമായിട്ടിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മക്കളുമായിട്ടുള്ള ബന്ധം കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നു. ഉമ്മയും മറ്റു കുടുംബക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ അകന്നും ചേർന്നും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. സാഹചര്യങ്ങൾ മാറുകയാ. എൻ്റെ ശരീരത്തിനുണ്ടായിരുന്ന ബലങ്ങളെല്ലാം ഇങ്ങനെ ക്ഷയിച്ചു തുടങ്ങുന്നുണ്ട്. ശരീരത്തിനുണ്ടായിട്ടുള്ള പണ്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇപ്പം ഇല്ല. അതെല്ലാം ഇങ്ങനെ ഘട്ടം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. വല്ലാത്തൊരു ചോദ്യമാണ്. വമൻ അമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ്. ചില ആളുകൾക്ക് അള്ളാഹു ഇങ്ങനെ ആയുസ് അധികരിപ്പിച്ചു കൊടുക്കുകയാണ്. ആയുസ് അധികരിപ്പിച്ചു കൊടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ചലനങ്ങളിലും ശരീരത്തിൻ്റെ രൂപങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അള്ളാഹ് അവസാനം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അഫലാ യഅഖിലൂൻ. നിങ്ങൾ ആലോചിക്കണില്ലേന്നേ? നിങ്ങൾ ചിന്തിക്കണില്ലേ? ശരീരം ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റങ്ങൾ നൽകുമ്പോഴേ അത് നിങ്ങൾക്ക് ആലോചിക്കാനുള്ളതാ. തൊട്ട് മുമ്പിലൂടെ കണ്ണില്ലാത്തവനും കാലില്ലാത്തവനും കൈയില്ലാത്തവനും സംസാരശേഷിയില്ലാത്തവനും ചോദിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയപ്പെടേണ്ടി വരുന്ന രൂപത്തിൽ കാതടഞ്ഞു പോയിട്ടുള്ള ആളുകളും തൊട്ടരികിലൂടെ നടന്നു പോകുമ്പോഴേ അഫലാ യഅഖിലൂൻ. നിങ്ങൾ ആലോചിക്കണില്ലേ? നിങ്ങൾക്കുള്ള ഓരോരോ മുന്നറിയിപ്പുകളാണ് ഇത്. പലസ്തീനിൻ്റെ വിഷയം പറഞ്ഞില്ലേ? നോമ്പ് തുറന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ധൃതിപ്പെടുന്ന ആളുകളാണ് നമ്മൾ. വയറ് നിറച്ചുണ്ണുന്ന ആളുകളാണ് നമ്മൾ. വയറ് നിറച്ചുണ്ണുമ്പോഴേ ഒരു നേരത്തെ റൊട്ടി കഷ്ണത്തിന് വേണ്ടി ആ മക്കൾ ക്യൂ നിൽക്കണത്, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അവർ ക്യൂ നിൽക്കണത്, ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടി അവർ ക്യൂ നിൽക്കണത്. ഇങ്ങനെ 2 പൈപ്പുകൾ തമ്മിൽ ജോയിന്റ് ചെയ്തിട്ടുള്ള ആ ഗ്യാപ്പിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വെള്ളത്തിന് വേണ്ടി ഒരു കപ്പുമായി ആ മക്കൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് എങ്കിൽ ആലോചിക്കണം കേട്ടോ. നമ്മൾ വല്ലാത്ത ഭാഗ്യവാന്മാരാ. നമ്മൾ വല്ലാതെ സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വാദനങ്ങളും ഈ ദുനിയാവിൽ ആസ്വദിക്കുന്ന ആളുകളാ. അവരെക്കാൾ കൂടുതൽ എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്ന ആളുകളാ. ആ പലസ്തീനിലുള്ള ഒരു മോളോട് ഒരു മീഡിയക്കാരൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ ആഗ്രഹം? ആ കുഞ്ഞു പറഞ്ഞേ, എനിക്കെൻ്റെ ഉപ്പാനൊന്ന് കാണണം, ഉമ്മാൻ്റെ കൂടെ ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കണം, ഇതാണ് ആഗ്രഹം. ഉപ്പ എവിടെയാ? ഉപ്പ മരണപ്പെട്ടു പോയിട്ടോ. ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ കിരാതരായിട്ടുള്ള ആളുകളുടെ പീഡനങ്ങൾക്ക് ഒടുവിലായിട്ട് എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്.
ഞാൻ എൻ്റെ മോൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണം. ഒരു വേള ഒരു തുള്ളി വെള്ളത്തിനും ഒരു റൊട്ടിക്കും വേണ്ടി ക്യൂ നിൽക്കുന്ന മക്കളെ കുറിച്ചൊന്ന് ആലോചിക്കണം. സമൃദ്ധമായി കഴിക്കുന്നവരല്ലേ നമ്മൾ? സുഭിക്ഷമായി കഴിക്കുന്നവരല്ലേ നമ്മൾ? വയറ് നിറഞ്ഞാലും വീണ്ടും കഴിക്കുന്നവരാ നമ്മൾ. ഇതൊന്നും കിട്ടാത്ത കുറേ ആളുകളുണ്ടെന്നേ. ഇതൊക്കെ കിട്ടി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഖുർആൻ പറഞ്ഞത് ഇൻ തഅദ്ദു നിഅമത്തല്ലാഹ്, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കുന്നേ. ലാ തുഹ്സുഹാ, നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. കുറേ ഇല്ലേ? എത്രമാത്രം റബ്ബ് തന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ട് തന്നതാ? അല്ല. നമ്മൾ ആഗ്രഹമാ. എൻ്റെ പേര് നൗഫലെന്നും എൻ്റെ ഉപ്പയുടെ പേര് അബു എന്നും ഉമ്മയുടെ പേര് റംല എന്നുമാ. അവരുടെ രണ്ടുപേരുടെയും ആഗ്രഹമായിരുന്നില്ല ഞാൻ. പക്ഷേ റബ്ബിൻ്റെ തീരുമാനമാ. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? ഒരു ദാമ്പത്യ ബന്ധത്തിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ തരുന്നത് പടച്ച റബ്ബാ. നമ്മുടെ ഉദ്ദേശത്താലോ നമ്മുടെ ആഗ്രഹത്താലോ നമ്മുടെ മോഹത്താലോ ഈ ലോകത്ത് ഒന്നും തന്നെ നമ്മൾ നേടിയെടുക്കുന്നില്ലല്ലോ. പടച്ചവന്റെ അനുഗ്രഹങ്ങളെക്കാൾ ഒന്നുകൂടി രസകരമായിട്ട് അതിനെ വിളിക്കാൻ കഴിയുന്നത് പടച്ചവൻ ചോദിക്കാതെ നൽകിയ കുറേ സമ്മാനങ്ങളാ, അല്ലേ? ഹദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ രക്ഷിതാവിന്റെ ഔദാര്യമാ. വെറുതെ എനിക്ക് തന്നതാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്നു എന്നറിയാൻ വേണ്ടി എൻ്റെ റബ്ബ് എനിക്ക് തന്നതാ. ളുഹറിന്റെ റക്അത്ത് എല്ലാവർക്കും 4 പണ്ഡിതനും പാമരനും അറിവുള്ളവനും അറിവില്ലാത്തവനും ദരിദ്രനും സമ്പന്നനും മുതലാളിക്കും തൊഴിലാളിക്കും എല്ലാവർക്കും 4. ഈ 4 റക്അത്തിനിടയിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഈ 4 റക്അത്തിനിടയിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നതും നമ്മൾ പറഞ്ഞു കൂട്ടുന്നതുമായ പ്രവർത്തനങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു? സമ്പത്ത് ഒരാൾ കൊടുക്കുന്നത് 100 ആണെങ്കിൽ, ദരിദ്രൻ കൊടുക്കുന്നത് 100 ആണെങ്കിലും, സമ്പന്നം കൊടുക്കുന്നത് 100 ആണെങ്കിലും, ആ 100-നകത്ത് അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഏറ്റവും വലിയ വികാര പ്രകടനം എങ്ങനെയായിരിക്കുമെന്നായിരിക്കും അള്ളാഹു നോക്കുക. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും മനോഹരമായി കർമ്മം ചെയ്യുന്നത് ആരാടോ? ഏറ്റവും ഭംഗിയായി അള്ളാഹിൻ്റെ അരികിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവനാരാ? അള്ളാഹുവിനെ അറിയണമെങ്കിൽ നമ്മുടെ ശരീരം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. എന്തിനാ നമ്മൾ നന്മകൾ ചെയ്യണമെന്ന് പറയുന്നേ? ഈ ദുനിയാവിൽ നമ്മൾ വന്നങ്ങ് ജീവിച്ചു പോയാൽ പോരെ? കുറേ സുഹൃതങ്ങൾ ചെയ്തിട്ട് വേണോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ വളരെ പെട്ടെന്ന് കരയണ മനുഷ്യനാ. നമുക്ക് ഖബറെന്ന് കേൾക്കുമ്പോൾ പേടിയും വരൂല, കരച്ചിലും വരൂല, ഒന്നും വരൂല. ഖബറല്ലേ? ഇപ്പോഴല്ലല്ലോ, സമയമുണ്ടല്ലോ. ഖബറെന്ന് കേൾക്കുമ്പോൾ തൽക്ഷണം ഞെട്ടണമെന്ന് പല ആവർത്തി നമ്മൾ പല കവിതകളിലൂടെയും കേട്ടവരാ. പക്ഷെ ഖബറെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടാറുണ്ടോ? നമ്മൾ കരയാറുണ്ടോ? ഇല്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മനുഷ്യനാ. സ്വർഗത്തിൽ പോകുമെന്ന് അള്ളാന്റെ റസൂലാ പറഞ്ഞിട്ടുള്ളത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു ജനാസ മറമാടിയതിന് ശേഷം ഒരു ഖബറിന്റെ അരികിലിരുന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ തേങ്ങി കരയുന്നുണ്ട്. കണ്ടുനിന്ന സഹാബാക്കൾ ചോദിച്ചു, അല്ല ഉസ്മാൻ, നിങ്ങൾ എന്തിനാ കരയുന്നേ? നിങ്ങൾ സ്വർഗത്തിലല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ സ്വർഗത്തിലാണെന്ന്? പിന്നെയും താങ്കൾ എന്തിന് കരയണമെന്ന് ചോദിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലാണെന്നൊക്കെ എൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിൽ പോകുമായിരിക്കും. പക്ഷേ എൻ്റെ ഖബറിനകത്തുള്ള ആദ്യത്തെ ദിവസം എങ്ങനെയാണെന്ന് എൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നെ ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ജീവിതം ആരംഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് എന്നോട് എൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കരയണത്. നമ്മൾ മരിക്കണത് നമ്മൾ ഓർക്കില്ലേ? തൊട്ട് മുമ്പ് നമ്മുടെ എല്ലാം മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയില്ലേ? മരിച്ചു കഴിഞ്ഞാൽ 3 കഷ്ണം തുണിയിലാക്കി നമ്മളെ പൊതിയുന്നേ, ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം മാറ്റൂലേ, അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെല്ലാം മാറ്റില്ലേ, വച്ചിരിക്കുന്ന ഉപകരണങ്ങളെല്ലാം എടുത്തു മാറ്റൂലേ? പിന്നീട് അങ്ങോട്ട് അതൊന്നും ആവശ്യമില്ല. അതിനുശേഷം 3 കഷ്ണം തുണിയിലായി നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു കഴിഞ്ഞ് എല്ലാവരുടെയും അവസാനത്തെ ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ 6 കാലുള്ള കട്ടിലേറ്റി കൊണ്ടുപോയി ഖബറിങ്കലേക്ക് നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള, നമുക്കായി നമ്മൾ പണിയാതെ മറ്റുള്ളവരായി പണിതു തീർത്ത ഒരു 6 അടി മണ്ണിനകത്തേക്ക് നമ്മളെ ഇങ്ങനെ കിടത്തി വച്ചതിന് ശേഷം കുറേ മൂട് പലകകൾ ഇങ്ങനെ വെക്കൂലേ? മൂട് പലകകൾ വയ്ക്കുന്നത് മാത്രമല്ല, അതിന് പുറമെ അവിടെയുള്ള ചപ്പും ചവറും ഇലകളുമെല്ലാം പറിച്ച് ഓരോ സുഷിരങ്ങളും ഓരോ ദ്വാരങ്ങളും അടയ്ക്കും. ഒരു തുള്ളി വെളിച്ചം കയറാത്ത രൂപത്തിൽ ആ ഖബറിനെ അങ്ങോട്ട് മൂടും. നമ്മുടെ ഖബറിനെ പറ്റിയാട്ടോ പറഞ്ഞത്. ആ ഖബർ അങ്ങോട്ട് മൂടിക്കഴിഞ്ഞാലേ
ഒരു 10-15 മിനിറ്റോ നമുക്ക് വേണ്ടി ചുറ്റും നിന്നും ആളുകൾ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കണമെന്നറിയോ? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അല്ലാഹുവേ, ഈ മനുഷ്യന്റെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ മയ്യത്തിന് എല്ലാ നിലക്കുമുള്ള സ്ഥിരതയും നീ നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. നാളെ ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എന്നോടും നിങ്ങളോടും ചോദിക്കും. നമ്മൾ ചെയ്തു വെച്ചതായ സകലമാന മോശത്തരങ്ങളെയും വഷളത്തരങ്ങളെയും കുറിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ കൃത്യമായ ധൈര്യത്തോടുകൂടി സ്ഥിരതയോടുകൂടി റബ്ബിനോട് ഇത് പറയാൻ പറ്റണം. വേണ്ടേ? ചോദിക്കാൻ വേണ്ടി ആളുകൾ വരും, പല രൂപങ്ങൾ വരും, പല ഭാവങ്ങൾ വരും. അവിടെ കൃത്യമായി നമുക്ക് മറുപടി പറയേണ്ടി വരും. ഈ ദുനിയാവില് നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്നാൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ആ വീടിനെ ഭംഗിയാക്കാൻ വേണ്ടി നമ്മളവിടെ ഒരു ആജ്ഞ നടത്തും, ഇല്ലേ? തുണികൾ ഒരു ഭാഗത്ത്, വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ ഒരു ഭാഗത്ത്, മറ്റു പലതും പല ഭാഗത്തും ഇങ്ങനെ അലങ്കോലമായി കിടന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ലഹള ഉണ്ടാക്കും. ഇതെന്താ ഇങ്ങനെ? ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ? ഇതൊന്ന് കാണാൻ. വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക? ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയാല്ലേ. നമ്മുടെ ഖബറിലേക്ക് ഒരാൾ വരുന്നേ, ആ ഖബറിനെ അടുക്കും ചിട്ടയോടും കൂടി ഭംഗിയാക്കി വെക്കണം. വേണ്ടേ? ആ ഭംഗിയാക്കി വച്ചാലേ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. തീർന്നില്ല. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. ഈ മനുഷ്യൻ്റെ, ഈ മയ്യത്തിൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റണേ. ഉത്തരം ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കണം. ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കല്ല റബ്ബേ. ഈ പുറത്തുനിന്നുള്ള ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, ആ പ്രാർത്ഥന അന്വർത്ഥമാകണമെങ്കിൽ ഈ ജീവിതം അതുപോലെ ഭംഗിയാക്കി കൊണ്ടുപോകണ്ടേ? നമ്മളറിയില്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വീണ്ടും പറയില്ലേ, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈൻ. ഇത് നമുക്ക് പരിചിതമുള്ളത് എങ്ങനെയാ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ലേ നമുക്ക് വേണ്ടി ഒരു വേള ഇതുപോലെ പ്രാർത്ഥിക്കൂട്ടോ. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അന്വർത്ഥമാകണമെങ്കിൽ അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈൻ, ഖബറിനെ മയ്യത്തിന്റെ പാർശ്വങ്ങളെ തൊട്ട് നീ അകറ്റണം. എല്ലാ സുഖവും നൽകണം, എല്ലാ സൗകര്യങ്ങളും നൽകണം, എല്ലാ സന്തോഷങ്ങളും നൽകണം. അവിടെ ഇടുങ്ങലോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ല ഉണ്ടാക്കേണ്ടത്, മറിച്ച് എല്ലാ സൗകര്യത്തോടും കൂടിയും ഈ മയ്യത്തിനെ നീ ഈ ഖബറിൽ കെടുത്തണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണം, ഈ മയ്യത്തിന് എല്ലാവിധ കരുണയും ചൊരിയണം. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്അ. എല്ലാ പരിഭ്രമങ്ങളിൽ നിന്നും ഈ മയ്യത്തിനെ നീ സംരക്ഷിക്കണമേ റബ്ബേ എന്ന് പുറത്തുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴേ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിലും ആ പ്രാർത്ഥന അന്വർത്ഥമാകണമെങ്കിലും ജീവിതം നന്മ കൊണ്ട്, നന്മയാൽ ബന്ധിതമാകണം ജീവിതം. വേണ്ടേ? ഈ ദുനിയാവിൽ എങ്ങനെയും ജീവിച്ചൂടെ നമുക്ക്? ഖുർആൻ പറഞ്ഞത് ഇമ്മ ശാക്കിറം വ ഇമ്മ കഫൂറ. നിനക്കെങ്ങനെയും ജീവിക്കാടോ, ഏത് രൂപത്തിലും ജീവിക്കാം. നന്ദിയുള്ളവനായും ജീവിക്കാം, നന്ദി കെട്ടവനായും ജീവിക്കാം. എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. കാരണം എൻ്റെ ആ ജീവിതം നമ്മുടെ ജീവിതമാണ്. ഈ ലോകത്ത് നമ്മൾ വന്നതിന് ശേഷമായി ഈ ദുനിയാവിനെ നമ്മൾ കെട്ടിപ്പടുത്തത് അല്ലേ? നമുക്ക് വേണ്ടതൊക്കെ നമ്മളായി കണ്ടെത്തിയതും സ്വരുക്കൂട്ടിയതാ. പക്ഷെ പരലോകം അങ്ങനെയല്ല. നമ്മളെക്കാൾ മുമ്പ് പരലോകം റെഡിയായിട്ടുണ്ട്. പരലോകം ഇതിനു മുമ്പേ റെഡിയാണ്. നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്നതിനൊക്കെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ കിട്ടും. വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നില്ലേ, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ ദുനിയാവിൽ എല്ലാ സുഖവും സൗകര്യങ്ങളും നിനക്ക് തന്നപ്പോ നിന്നെ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് നീ കരുതിയോ? ഹുവല്ലദി അൻസഅകും. അവനാണ് നിങ്ങളെ പടച്ചത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാർ വൽ അഫ്ഇദ ഖലീലൻ മാ തസ്കുറൂൻ. വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. 2 കാല് കുത്തി ഇങ്ങനെ നടക്കുമ്പോഴേ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിവുള്ള കുറേ ഈ ദുനിയാവിലുണ്ടായിരുന്നു. ചെയ്യാൻ വേണ്ടി പലതും നീ ഇങ്ങനെ മാറ്റിവെച്ചില്ലേ? കുറച്ച് കഴിഞ്ഞിട്ടാകട്ടെ, എനിക്ക് എൻ്റെ സൗകര്യമുള്ള സമയത്തായിരിക്കും ഞാൻ ചെയ്യാം. മക്കളോടൊക്കെ നമസ്കരിക്കാൻ പറയുമ്പോൾ ഇപ്പം നമസ്കരിച്ചില്ലെങ്കിൽ എന്താ, കുറച്ച് കഴിഞ്ഞ് മാവാലോ. 15 വയസ്സുള്ള ഒരു കുട്ടിയെ വീട്ടിൻ്റെ അകത്തേക്ക് കയറി വന്ന് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഭക്ഷണവും വാങ്ങി കഴിച്ചിട്ട് തൊട്ടപ്പുറത്ത് കുളത്തിൽ കുളിക്കാൻ പോയതാ. പിന്നെ അവൻ വന്നത് ഒറ്റക്കല്ലായിരുന്നു. അവനെ ചുമന്നു കൊണ്ടുവരാൻ കുറേ ആളുകളുണ്ടായിരുന്നു. 15 വയസ്സായിട്ട് അവനുള്ളൂ. ആ ഉമ്മ അറിഞ്ഞില്ല, എൻ്റെ മോന് ഞാൻ കൊടുക്കണ അവസാനത്തെ ചോറാണിതെന്ന് ആ ഉമ്മ അറിഞ്ഞില്ല. എൻ്റെ മോന് ഇനി ഞാനൊരു ഭക്ഷണം എടുത്തു കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് ആ ഉമ്മാക്ക് തോന്നിയില്ല. ആ മോനും അറിഞ്ഞില്ല, എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി കഴിക്കുന്ന അവസാനത്തെ അന്നമാണ് കേട്ടോ ഇത്. ഇനി എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നാ മോന് തോന്നിയിട്ടില്ല. അവൻ വന്നത് കുറേ ആളുകളുടെ പിന്തുണയോടുകൂടിയാ.
അന്ന് ഇട്ടുപോയ വസ്ത്രമുട്ടെല്ലാം തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം. ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നന്മകൾ കൊണ്ട് നിറക്കാൻ കഴിയണം. ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള സൗകര്യങ്ങൾ മാത്രം ഓർത്താൽ മതിയെന്നേ ഞാൻ എന്തിനാ നന്മ ചെയ്യേണ്ടതെന്നുള്ള ഉത്തരം കിട്ടും. ഈ അടുത്ത് ഞങ്ങളുടെ വീടിനടുത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന റമദാൻ ആയിക്കഴിഞ്ഞാൽ 13 വർഷമായി എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരു ഇഫ്താർ സംഘമുണ്ട്, ഇഫ്താർ കൂട്ടമുണ്ട്. അവിടെ രോഗികളുടെ കൂട്ടത്തിലിരിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കൊടുക്കും. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞങ്ങളത് ആരംഭിച്ചു. ഈ ഉള്ളവനാണ് അതിൻ്റെ കൺവീനർ. അത് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ രാവിലെ ടോക്കൺ കൊടുക്കാൻ പോകണം. ഒരു ദിവസം ടോക്കൺ കൊടുക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഞാനും നിങ്ങളൊക്കെ വല്ലാത്ത ഭാഗ്യവാന്മാരാ. നമുക്ക് നന്മ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമില്ല. ഒരു കട്ടിലൊരു മനുഷ്യനിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ, അയാളുടെ കാല് ഒരെണ്ണമില്ല. അദ്ദേഹത്തിൻ്റെ ടോക്കൺ എഴുതി കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് നിങ്ങളൊരു വാക്കർ വാങ്ങിത്തരോ, ഒരു വാക്കർ വാങ്ങിത്തരോ. 2ാമത്തെ കാലും മുറിക്കാനുള്ള ഡേറ്റും കാത്ത് കിടക്കാൻ കേട്ടോ ആ സാധു. 2 ദിവസം കൊണ്ട് വാക്കർ വാങ്ങിക്കൊടുത്തു. ആ മനുഷ്യൻ ആ സമയത്ത് ചോദിക്കുന്നത് എന്താണെന്നറിയോ, എനിക്ക് അള്ളാൻ്റെ ഭൂമിയിലൊന്ന് ചവിട്ടി നടക്കണം, ഈ ഭൂമിയിലൂടെ എനിക്കൊന്ന് നടക്കണം. ഇനി എനിക്ക് ചിലപ്പോൾ അതിന് പറ്റിയില്ലെങ്കിലോ, എൻ്റെ കാല് നാളെ അങ്ങ് മുറിച്ചു കഴിഞ്ഞാലേ എനിക്കിനി ഈ ലോകത്ത് നടക്കാൻ പറ്റൂല. ഞാനും നിങ്ങളൊക്കെ ഈ ദുനിയാവിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇത്ര സുഖവും ഇത്ര സൗകര്യവും ആസ്വദിക്കുന്ന നമുക്ക് നന്മ ചെയ്യാതിരിക്കാൻ എന്താന്നേ തടസ്സമുള്ളത്? തിന്മയിലേക്ക് കൂപ്പുകുത്തി വീടാൻ എന്താ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാർത്തെടുത്തൊരു സമുദായമില്ലേ, ആ സമുദായത്തിന് പ്രതീക്ഷ കൊടുത്തൊരു സ്വർഗമില്ലേ, ആ സ്വർഗം തന്നെയാണ് നമുക്കും വേണ്ടത്. അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തൊരു നരകമില്ലേ, അതേ നരകം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, മാറ്റില്ല. അവരുടെ ശത്രുവാണെന്ന് പറഞ്ഞ പിശാചില്ലേ, അതേ പിശാച് തന്നെ ഇപ്പോഴും ഉള്ളത്, ആ പിശാചിനും മാറ്റില്ല. ഈ റമദാനിൽ ഒരു നന്മ ചെയ്താൽ 70 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടും പകൽ സമയത്ത് കിടന്നുറങ്ങുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? ജോലി ക്ഷീണം കൊണ്ടല്ല, ചൂടാ. റമദാനിലെ ചൂടാ. അള്ളാന്റെ റസൂലും സഹാബത്തും ഈ റമദാനിന്റെ 17 ദിനരാത്രങ്ങളിലായിരുന്നേ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഓടിപ്പോയത്. എന്തിനു വേണ്ടിയാ? ഈ സമുദായം ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയാ. അള്ളാന്റെ റസൂൽ തലേ ദിവസം അവിടെ പ്രാർത്ഥിച്ചില്ലേ? റസൂൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ രംഗങ്ങൾ ചരിത്രത്തിൽ പരിശോധിച്ച എന്തിനാണെന്നറിയോ? അത് ഈ ഉമ്മത്തിനെ ഓർത്തിട്ടാ, ഈ സമുദായത്തിന് ഓർത്തിട്ടാ പ്രവാചകൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത്. ആ തലേ ദിവസം അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചെന്താ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസ്സാബ, അല്ലാഹുവേ ഈ ചെറു സംഘത്തെ നീ എങ്ങാനും പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഫലൻ തുഅബദ് ഫിൽ അർദി അബദ, നിന്നെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടാവൂല. പടച്ചോൻ കൊടുത്തില്ലേ? പടച്ചോൻ അതിന്റെ ഉത്തരം കൊടുത്തില്ലേ? സമ്മാനം കൊടുത്തില്ലേ? ഏറ്റവും നല്ല വിജയമായിട്ട് നമുക്കിങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം ഏറ്റവും നല്ലൊരു ഉമ്മത്തിനെ വാർത്തെടുത്തില്ലേന്നേ. അവർക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയായിരുന്നു ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അള്ളാന്റെ റസൂൽ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് പ്രവാചകന്റെ മുതുകിൽ ഇങ്ങനെ പാട് കണ്ടു. സഹാബാക്കൾ ചോദിച്ചു, റസൂലെ നിങ്ങൾക്ക് ഞങ്ങളൊരു മെത്ത ഉണ്ടാക്കി തരട്ടെ? റോമിൻ്റെയും പേർഷ്യയുടെയും സാമ്രാജ്യത്വ ശക്തികൾ കിടന്നുറങ്ങുന്നത് വലിയ സുഖത്തിലും സൗകര്യത്തിലുമാണ്. നിങ്ങൾക്കുറങ്ങാൻ വേണ്ടി ഞങ്ങളൊരു മെത്ത ഉണ്ടാക്കി തരട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് മെത്തയുടെ ആവശ്യമില്ല. ഞാൻ വളരെ കുറച്ച് കാലം മാത്രം ഇവിടെ ജീവിക്കാൻ വന്നവനാ. എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നെ വല്ലാതെ വിലമതിക്കാനാവാത്തതാ. ഈ സൗകര്യങ്ങൾ കൊണ്ട് തന്നെ ഞാനങ്ങ് ജീവിച്ചു പൊക്കോളും. നമുക്ക് കിട്ടിയാലും 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 മതി വരാത്ത രൂപത്തിൽ ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത പ്രേമത്തിലായി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിന് കിട്ടിയത് വളരെ കുറച്ചാ. ഉപ്പയെ കണ്ടിട്ടില്ല റസൂല്, ഉമ്മാന്റെ കൂടെ വളരെ കുറച്ചേ ജീവിച്ചിട്ടുള്ളൂ. ആ ഉമ്മയോടൊത്ത് ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല അള്ളാന്റെ റസൂലിനെ. പിന്നീട് കൂടെ കൂടിയ ആളുകളെല്ലാം ഓരോരുത്തരായി അവരുടെ വിയോഗം റസൂലിന്റെ കൺമുമ്പിൽ ഇങ്ങനെ നേർക്കുനേർ കാണുകയാ. ഒരു നാട് മൊത്തം അവഹേളിക്കുകയാ, കല്ലെടുത്തെറിയുകയാ, ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടെന്ന് ശരീരത്തെ അണിയിക്കുകയാ. റസൂലിനെ ഈ രൂപത്തിൽ നിന്നെല്ലാം ഏതെങ്കിലും അനുഗ്രഹങ്ങളെ അള്ളാഹു നൽകിയോ? ഇതാണ് റസൂലിന് കിട്ടിയ അനുഗ്രഹം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് സഹാബാക്കൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുക. ചുറ്റും കൂടി നിൽക്കുമ്പോൾ സൽമാൻ അൽ ഫാരിസി വല്ലാതെ കരയുന്നുണ്ട്. ചോദിച്ചു, അല്ല സൽമാൻ, നിങ്ങൾ എന്തിനാ കരയുന്നേ? ഇസ്ലാമിന് പുതിയ ഒരാശയം നൽകിയതിലൂടെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഇസ്സത്തായിട്ട് താങ്കൾ മാറിയതല്ലേ, എന്തിന് താങ്കൾ കരയണം? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ കൂടി നിന്ന സഹാബാക്കളോട് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കരയുന്നത് വേറൊന്നുമല്ല,
എൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു യാത്രക്കാരൻ്റെ പാഥേയമല്ലാത്ത വേറൊന്നും നിങ്ങൾ സമ്പാദിച്ചു വെക്കരുതിട്ടോ എന്ന്. ഇത് പറയുമ്പോൾ സഹാബാക്കളായ ആളുകൾ ചുറ്റുമൊന്നിങ്ങനെ നോക്കുന്നുണ്ട്. സൽമാൻ ഞങ്ങളറിയാതെ എന്താ സമ്പാദിച്ചു വച്ചിട്ടുള്ളത്? നോക്കുമ്പോൾ കണ്ടതെന്താണെന്നറിയോ? വിസാദ, ഒരു തലയണയ. 2 ജഫ്ന, ഒരു തോൽപാത്ര. 3 മത്ഹറ, വുളു എടുക്കാനുള്ള വേറെ, ശുദ്ധിയാക്കാനുള്ള വേറൊരു പാത്രമാണ്. ഈ 3 കണ്ടിട്ടാണ് കേട്ടോ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു കരയണത്. ഇത് തന്നെ എനിക്ക് കൂടുതലാണ്, ഇത് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടുതലാണ്. ഒരു യാത്രക്കാരന് ഇത്രയും ആവശ്യങ്ങളില്ല. ഒരു യാത്രക്കാരൻ്റെ പാതേയത്തേക്കാൾ കൂടുതലായിട്ട് എൻ്റെ കയ്യിലുണ്ടല്ലോ, എൻ്റെ റസൂലിൻ്റെ വാക്കിനെ ഞാൻ ധിക്കരിച്ചല്ലോ എന്ന് കരുതിയിട്ടാണ് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിനെ ഓർത്ത് സങ്കടപ്പെട്ടത്. നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം എന്താണെന്നറിയോ? 3 തലമുറയ്ക്ക് തിന്നാനുള്ളതും ഉടുക്കാനുള്ളതും കഴിക്കാനുള്ളതും ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഞാൻ മരണപ്പെട്ടാലും എൻ്റെ കുടുംബത്തിലേക്ക് കടം കൊടുത്തതിൻ്റെ പേരിൽ, കടം വാങ്ങിയതിൻ്റെ പേരിൽ ഒരാളും ചോദിച്ചു വരൂല. ഈ ദുനിയാവ് ഏറ്റവും പരിപൂർണ വിജയിയായിട്ടാണ് ഞാൻ പോണത്. പരലോകത്തേക്ക് നമ്മൾ വിജയിച്ചോ ഇല്ലേ എന്നുള്ളത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ മതി. അള്ളാൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോഴേ എടുത്തു കാണിക്കാൻ മാത്രം നന്മകളുടെ ഒരു കൂമ്പാരത്തോടു കൂടി പോകാൻ കഴിയണം. ഏത് സമയത്ത് അവസാനിച്ചാലും, ഏത് സെക്കൻഡിൽ തീർന്നാലും, എങ്ങനെ അവസാനിച്ചു പോയാലും അള്ളാൻ്റെ മുമ്പിൽ കൊടുക്കാൻ മാത്രമുള്ള നന്മകൾ ഉണ്ടാകണമെന്നേ കയ്യിൽ. അതുകൊണ്ടല്ലേ ഹൻദല റളിയല്ലാഹു തആല അൻഹു 3 വർഷം മാത്രമേ മുസ്ലിമായിട്ട് ജീവിച്ചുള്ളൂ. 3 വർഷം. നമ്മൾ മുസ്ലിമായിട്ട് കാലം കുറയായി. ഈ 3 വർഷം കൊണ്ട് 3000 വർഷത്തിന്റെ ചരിത്രം രചിച്ചു വെച്ചുകൊണ്ട് ഹൻദല റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിപ്പോയത് 3ാമത്തെ ദിവസമായിരുന്നു. വിവാഹം കഴിഞ്ഞതിൻ്റെ മുസ്ലിമായതിൻ്റെ 3ാമത്തെ വർഷമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൻദല റളിയല്ലാഹു തആല അൻഹുവിനെ ഉഹുദിൻ്റെ രണാങ്കണത്തിലേക്ക് വിളിച്ചതേ. യുദ്ധത്തിനാ പോണത്, തിരിച്ചു വരുമെന്നറിയില്ല. പക്ഷേ എന്നെ കൊണ്ട് ഈ മതത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ ഇതാണല്ലോ, അത് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടു പോയ സാധുക്കളായ ആളുകളാ അവര്. ഓരോ നന്മക്ക് വേണ്ടിയും ധൃതി കൂട്ടിയ ആളുകളാ അവര്. അള്ളാന്റെ അരികിലേക്ക് ഏറ്റവും കൂടുതൽ സാമീപ്യം കിട്ടുന്നത് ആരാണെന്നറിയോ? ഈ ദുനിയാവിൽ മത്സരിക്കുന്നവരാ. ഈ ദുനിയാവിൽ മത്സരിക്കുന്നവരാ. എന്തിനു വേണ്ടിയാ? എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് പണിത് വീടിനേക്കാൾ വലിയ വീട് പണിയാൻ വേണ്ടിയല്ല. ഒരാൾ ഒരു ഖുർആൻ പാരായണം ചെയ്താൽ, ഒരു പേജ് പാരായണം ചെയ്താൽ ഞാൻ 2 പാരായണം ചെയ്യും. എൻ്റെ വീടിനടുത്ത് ഒരുക്ക മരണപ്പെട്ടു. ആ മനുഷ്യൻ ഖുർആൻ പഠനവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള മനുഷ്യനാ. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സംസാരിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ജ്യേഷ്ഠനോട് പങ്കുവച്ചൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനും ഇക്കയും തമ്മിൽ മത്സരിക്കും. ഞാനും എൻ്റെ ഇക്കയും തമ്മിൽ മത്സരിക്കും. എന്തിനാ മത്സരിക്കാന്നറിയോ? എൻ്റെ ഇക്ക ഒരു സുന്നത്ത് നോമ്പെടുത്താലേ ഞാൻ 2 സുന്നത്ത് നോമ്പെടുക്കും. എൻ്റെ ഇക്ക വിശുദ്ധ ഖുർആന്റെ ഒരു പേജ് പഠിച്ചാലേ ഞാൻ 2 പേജ് പഠിക്കും. ഞങ്ങൾ അങ്ങനെയാ മത്സരിക്കണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ മത്സരിക്കട്ടോ. എന്തിനാ മത്സരിക്കേണ്ടത്? ഈ ദീനിന്റെ കാര്യത്തിൽ മത്സരിക്കണം, നന്മയുടെ കാര്യത്തിൽ ധൃതി കൂട്ടണം. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പരിചരിച്ചിരുന്ന ഒരു സ്ത്രീയെ പരിചരിക്കാൻ വേണ്ടി ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും എല്ലാം നടത്തിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിരുന്നു. 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വരുമ്പോഴേക്കും ആ സ്ത്രീയെ പരിചരിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിരുന്നു. അടുത്ത ദിവസം പതിയിരുന്ന ആ മനുഷ്യന്റെ കഴുത്തിൽ ഇങ്ങനെ ചാടിപ്പിടിക്കുമ്പോഴേ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, എന്നെ ഈ വിഷയത്തിൽ നിങ്ങളല്ലാതെ വേറെ ആരും പരാജയപ്പെടുത്തൂല. എന്നെ ഈ വിഷയത്തിൽ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റൂല. നന്മയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിച്ച ആളുകളാ അവര്. തന്നെ കൊണ്ടാകുന്നതെന്തോ അത് ഈ മതത്തിന് കൊടുക്കും. കാരണം നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എനിക്കൊരു കിതാബിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വച്ച് തരും. അത് കാണുമ്പോൾ ഞാൻ ഞെട്ടരുത്, എനിക്ക് സങ്കടം വരരുത്, എനിക്കൊരു പ്രയാസവും തോന്നരുത്. വളരെ ധൈര്യത്തോടുകൂടി ആർജവത്തോടുകൂടി ആ കിതാബ് ഇങ്ങനെ വലത് കരങ്ങളിൽ ഏറ്റുവാങ്ങാൻ കഴിയുന്ന രൂപത്തിൽ എനിക്കെൻ്റെ ജീവിതത്തെ ഇവിടെ നിന്ന് ഒരുക്കണം. ആ കിതാബ് ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു പുസ്തക, ഇതെന്തൊരു കിതാബ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഏറ്റവും ചെറിയ നന്മയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താ? ഒരു സുഹൃത്തിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാന്നല്ലേ. പുഞ്ചിരിച്ചാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ വിഷം നിറച്ചു വെച്ച് പുഞ്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. റമദാൻ വന്നാൽ അള്ളാഹിന്റെ അരികിലേക്കുള്ള എല്ലാ കർമ്മങ്ങളും നമ്മളിങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കല്ലേ.
ഈ റമദാനിൽ വയറൊട്ടുന്നത് വരെ, വയറൊട്ടിപ്പിടിക്കുന്നത് വരെ നോമ്പെടുത്താലും, നട്ടെല്ല് വളയുന്നത് വരെ നിങ്ങൾ നിന്ന് നമസ്കരിച്ചാലും, പരസ്പരം ഉണ്ടാതിക്കണ ആളുകളുടെ കർമ്മങ്ങൾ പടച്ചോന് വേണ്ടാട്ടോ, വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ ആണയിട്ട് പറഞ്ഞതാ, ലാ യദ്ഖുൽ ജന്നത ഖാത്തിഉർ റഹിം. നന്മകൾ എത്ര ചെയ്തിട്ടും കാര്യമില്ലാന്നേ. നാളെ നമ്മുടെ വായികൾക്കെല്ലാം സീല് വെക്കൂലേ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നിങ്ങൾ ചെയ്തു വച്ചതിനെല്ലാം എതിരായിട്ട് നിങ്ങളുടെ കൈകാലുകൾ സംസാരിക്കും, എല്ലാം ഏറ്റുപറയും. നിങ്ങളുടെ വായുകൾക്കന്ന് സീല് വെക്കപ്പെടും. അന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂല, ഒഴികഴിവുകൾ പറയാൻ പറ്റൂല, നിങ്ങൾക്ക് യാതൊരുവിധ കാരണങ്ങളും ബോധിപ്പിക്കാൻ പറ്റൂല. അള്ളാന്റെ മുമ്പിൽ എല്ലാം ഏറ്റുപറഞ്ഞ് പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരും. ഇന്ന് ഈ ദുനിയാവിൽ വെച്ച് മിണ്ടാൻ കഴിയാത്ത ആളുകള് നാളെ പരലോകത്തെത്തിയിട്ട് മിണ്ടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു മയ്യത്തിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആചാരം എന്നുള്ള നിലക്ക് മുന്നൊരുത്തം വിളിച്ചു പറയൂലേ, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണമെന്ന്? ജീവിച്ചിരിക്കുമ്പോൾ പുറത്തു കൊടുക്കാൻ പറ്റാത്താണോ മരിച്ചു കഴിയുമ്പോൾ പുറത്തു കൊടുക്കേണ്ടത്? അവസാന 10 ആകുമ്പോഴേക്കും അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥന പഠിപ്പിച്ചില്ലേ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ഏറെ പൊറുക്കുന്നവനാണല്ലോ, നീ പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനല്ലേ, എനിക്ക് നീ പുറത്തു തരണം. പക്ഷെ ഞാൻ ഒരാൾക്ക് പുറത്തു കൊടുക്കൂല റബ്ബേ, ഒരാൾക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല, ഒരാൾക്ക് ഞാൻ മാപ്പ് കൊടുക്കൂല. ദുനിയാവിൽ എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ ഈ ദുനിയാവിനെയും ഈ വാനലോകത്തെയും മുഴുവനും സംവിധാനിച്ച റബ്ബ് ഒരുക്കമാണെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവർ, നമുക്കെന്താ പറ്റാത്തത്? നമുക്കെന്താ തടസ്സമുള്ളത്? എന്നിട്ട് നമ്മൾ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുക അല്ലേ? ഞാനിവിടെ ഇരുന്ന് വന്ന സമയത്ത് കുറേ ആളുകൾ ഇരുന്ന് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടെങ്കിലും, കുറേ പേര് ഉറങ്ങുന്നുണ്ടെങ്കിലും, കുറേ പേരുടെ കൈകൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഒരാളോട് വൈരാഗ്യവും വെറുപ്പും വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് എന്തിനാണ് അത് ആവശ്യമുണ്ടോ? ഇല്ല. ഒരാളോട് സലാം പറയണത് പോലും കൽബറിഞ്ഞ് പറയാൻ കഴിയണം, വേണ്ടേ? ഖുർആൻ ഓതുന്നില്ലേ? ഓതേണ്ടത് നാവ് കൊണ്ട് മാത്രമല്ലാന്നേ, അല്ല, കൽബ് കൊണ്ട് ഓതാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബിലേക്ക് ഖുർആൻ ഇറക്കിയിട്ട് കൊടുത്തേക്കണേ, അല്ലേ? ആ ഖുർആനിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ ഖുർആനിലൂടെ നന്മയിൽ ആറാടിയ ഒരു സമുദായമാ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അവർക്ക് നന്മകൾ കൊണ്ട് സ്വർഗം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും നന്മകൾ കൊണ്ട് സ്വർഗം നേടാൻ കഴിയണം. അത്രയും നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സുഹൃതങ്ങൾ ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാകരുത്, ഒരു തടസ്സം ഉണ്ടാകരുത്. ഈ ദുനിയാവിലുള്ള കാലം മുഴുവൻ എത്രയാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ ഹൈറായ രൂപത്തിൽ നന്മയിൽ ജീവിച്ച് അള്ളാഹിൻ്റെ അരികിലേക്ക് യാത്ര ചെയ്യാൻ പറ്റണം. നാളെ പോവില്ലേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനത്തോടു കൂടി പോണ്ടേ നമുക്ക്, വേണ്ടേ? ഈ ദുനിയാവിന് ഏറ്റവും സന്തോഷത്തോടു കൂടിയല്ലേ പോണ്ടത്? ഇത്രയും കാലം 60 വർഷവും 40 വർഷവും 50 വർഷവും 80 വർഷവും ഞാനിവിടെ ജീവിച്ചിട്ട് എനിക്ക് ദുനിയാവിലുള്ള ഒരു സമാധാനവും അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ മരിക്കണ സമയത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, എന്നെ വിളിക്കേണ്ടത് സമാധാനമുള്ള ആത്മാവെന്നായിരിക്കണം. എൻ്റെ അടുത്തേക്ക് മലക്കുകൾ വന്നിട്ട് തൊണ്ടക്കുഴിയിൽ നിന്ന് പാതാളക്കരണ്ടി ഉപയോഗിച്ച് വലിക്കണ പോലെയല്ല എൻ്റെ റൂഹ് വലിക്കേണ്ടത്. ഒരു വെണ്ണയിലകപ്പെട്ട മാവിൽ നിന്ന് ഒരു മാവിലകപ്പെട്ട മുടിനാരെങ്ങനെ ഊരി മാറ്റുന്നുവോ അതുപോലെ എൻ്റെ റൂഹ് പിടിക്കണം. അതിന് നന്മകൾ മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചതും ഈ ലോകത്തിന് പറഞ്ഞു കൊടുത്തതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നന്മ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകണമെന്നുള്ളത്. നാളെ നമ്മുടെ നന്മയും തിന്മയും ഇങ്ങനെ വേർതിരിക്കും. സൂറത്ത് ആല ഇംറാനിലെ 30-ാമത്തെ ഒരു ആയത്തുണ്ട് കേട്ടോ. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ ഖൈർ, യൗമ തജിദു കുല്ലു നഫ്സിൻ ഖൈരിൻ മുഹ്ളറ, അല്ലേ? നന്മയും തിന്മയും കൊണ്ടുവരുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ നന്മകൾ അവിടെ അള്ളാഹു ഇങ്ങനെ വെളിപ്പെടുത്തും, അതുപോലെ തന്നെ അവൻ്റെ തിന്മയും അവിടെ വെളിപ്പെടുത്തും. ഈ നന്മയും തിന്മയും വെളിപ്പെടുത്തുന്ന സമയത്ത് ആ മനുഷ്യനൊന്ന് ആഗ്രഹിച്ചു പോകും, തവദ്ദു ലൗ അന്ന ബൈനഹാ വ ബൈനഹു അമദൻ ബഈദ, പടച്ചോനെ, എൻ്റെയും ഈ തിന്മയുടെയും ഇടയിൽ വല്ലാത്ത ഒരു വിദൂരതയുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കാരണം എന്നെ കൊണ്ടിത് താങ്ങാൻ പറ്റൂല, എന്നെ കൊണ്ടിത് കൂട്ടിയാൽ കൂടൂല. കാരണം സ്വർഗമാണ് ഞാൻ ആഗ്രഹിച്ചത്, ഈ ദുനിയാവിൽ ഞാൻ നൽകിയതെല്ലാം സ്വർഗത്തിന് വേണ്ടിയാ. നരകമങ്ങാനും എനിക്ക് വന്നു കഴിഞ്ഞാൽ അതെന്നെ കൊണ്ട് പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വയുഹദ്ദിറുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് നൽകുന്ന താക്കീതാടോ ഇത്?
ഈ താക്കീതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അല്ലാഹു റഊഫും ബിൽ ഇബാദ്. നമ്മളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റബ്ബിന അല്ലേ? നമ്മളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റബ്ബിന. ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റബ്ബിന. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ സുഖവും സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കണത്. പക്ഷേ അള്ളാഹിൻ്റെ കാര്യത്തിൽ പലതും ഈ ദുനിയാവ് നമ്മളെ വഞ്ചിച്ച് കളഞ്ഞിട്ടുണ്ട് അല്ലേ? ഖുർആൻ ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഉദാരനായിട്ടുള്ള നിന്റെ രക്ഷിതാവിൻ്റെ ഏത് അനുഗ്രഹമാണോ നിന്നെ വഞ്ചിച്ച് കളഞ്ഞിട്ടുള്ളത്? ഈ ദുനിയാവിൻ്റെ ഏതെങ്കിലും സുഖമാ, സൗകര്യമാ, സന്തോഷമാണോ നിന്നെ വഞ്ചിച്ച് കളഞ്ഞിട്ടുള്ളത്? അള്ളാഹ് നിനക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നറിയോ? അല്ലദീ ഖലഖക്, അവൻ നിന്നെ പടച്ചവനാ. ഫസവ്വാക്, നിന്നെ ശരിപ്പെടുത്തിയവനാ. ഫഅദലക്, നിനക്ക് വേണ്ടതെല്ലാം ഈ ഭൂമി ലോകത്ത് സംവിധാനിച്ചു വെച്ചവനാ. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്, ഒരാൾക്കും ചിന്തിച്ചു കൂട്ടാൻ കഴിയാവുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ രൂപഘടനയെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ റബ്ബിനെ നമുക്ക് അറിയാൻ പറ്റണം കേട്ടോ. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അള്ളാഹുവിന് അവൻ്റെ അടിമയെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. നമുക്ക് അള്ളാഹിനോട് എത്ര ഇഷ്ടമുണ്ട് എന്നുകൂടി നമ്മളൊന്ന് ആലോചിച്ചാൽ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെയും നന്മകൾ ചെയ്യുന്നതിൻ്റെയും കാരണങ്ങൾ ബോധ്യമാകും. നമ്മളൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പറയുന്നത് എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണപ്പെട്ട മാത്രമല്ല കേട്ടോ, എന്തെങ്കിലും പ്രയാസം വന്നാലും ആ വാക്യം ഉച്ചരിക്കാന്നാണ് പറഞ്ഞത്. ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ അരികിലേക്ക് ഒരാളിങ്ങനെ നടന്നു പോയപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കം അത്തത്ത് അലൈക, മനുഷ്യ നിങ്ങൾക്ക് എത്ര വയസ്സായി? ആ മനുഷ്യൻ പറയുന്നുണ്ട്, സിത്തൂന സന, എനിക്ക് 60 വയസ്സായിട്ടോ. എങ്കിൽ ഫഅൻത മുൻദു സിത്തീന സനതൻ തസീറു ഇലാ റബ്ബിക്, ഈ കാലയളവ് മുഴുവനും നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ അരികിലേക്കല്ലേ യാത്രയായിക്കൊണ്ടിരിക്കുന്നത്? അങ്ങോട്ടല്ലേ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? തൂഷിക്കു അൻ തബല, നിങ്ങൾ എത്തുമെന്ന് കരുതുന്നുണ്ടോ പടച്ചോൻ്റെ അരികിലേക്ക്? അള്ളാഹിൻ്റെ അരികിലേക്ക് സന്തോഷത്തോടു കൂടി എത്തുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, യാ അബാ അലി, അല്ലയോ അബു അലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ പടച്ചോനെന്നല്ലേ, പടച്ചോൻ്റെ അരികിലേക്ക് തന്നെയല്ലേ തിരിച്ചു പോകുന്നതും. ആ മനുഷ്യൻ വീണ്ടും അദ്ദേഹത്തോട് പറയുന്നുണ്ട്, തഅലം മാ തഖൂൽ, നിങ്ങൾ പറഞ്ഞതെന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ പറഞ്ഞതെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹിൻ്റെ അരികിൽ നിന്നാണ് നമ്മൾ, അള്ളാഹിൻ്റെ അരികിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, തഅലം മാ തഫ്സീറു, നിങ്ങൾക്ക് ആ പറഞ്ഞതിൻ്റെ വിശദീകരണം എന്താണെന്നറിയോ? ആ സമയം ആ വൃദ്ധനായ മനുഷ്യൻ പറയുന്നുണ്ട്, ഫസ്സിർ ലനാ യാ അബാ അലി, താങ്കൾ ഞങ്ങൾക്കതൊന്ന് വിശദീകരിച്ച് തന്നാലും. യാന്ത്രികമായിട്ട് ഒരു പള്ളിയിൽ നിന്നോ ഒരാളുടെ നാവിൽ നിന്നോ ഒരു മൊബൈൽ ഫോണിലോ ഒരു മരണവാർത്ത കണ്ടു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് വോയിസിലൂടെയും ടെക്സ്റ്റ് മെസ്സേജിലൂടെയും നമ്മളിത് കൊടുക്കുമ്പോഴേ അതിനൊരു തഫ്സീർ ഉണ്ട്, അതിനൊരു വിശദീകരണം ഉണ്ട്. ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന പണ്ഡിതനായ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അന ലില്ലാഹി അബ്ദുൻ. ഒരാൾ പറയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം അന ലില്ലാഹി അബ്ദുൻ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി സേവനം ചെയ്യാൻ വന്ന മനുഷ്യനാ, അള്ളാഹ്ക്ക് വേണ്ടി ഈ ദുനിയാവിൽ പണിയെടുക്കാൻ വന്ന മനുഷ്യനാ, വെറുതെ ഇരിക്കാൻ വന്നവനല്ല. എനിക്ക് അള്ളാഹ് നൽകിയതിനെ മുൻനിർത്തിക്കൊണ്ട് എനിക്കൊരുപാട് കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ ചെയ്തു തീർക്കാനുള്ള അള്ളാഹുവിൻ്റെ സേവകനാണ് ഞാൻ. ആ സേവകനാണെന്നുള്ള ബോധ്യം ഒരുവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വ അന ഇലല്ലാഹി റാജിഊൻ, ഞാൻ പോകുന്നത് എൻ്റെ റബ്ബിൻ്റെ അരികിലേക്കായിരിക്കും. ഫമൻ അലിമ അന്നഹു അബ്ദുൻ അബ്ദുല്ലാഹ്, ഒരാൾ മനസ്സിലാക്കുകയാണ് അവൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവൻ പിന്നീട് പറയുന്നത് വ അന്നഹു ഇലൈഹി റാജിഊൻ, എനിക്ക് ഒന്ന് മടങ്ങിപ്പോകാനുണ്ട്. ഫൽയഅലം, അങ്ങനെ എങ്ങാനും ഒരാൾക്ക് തിരിച്ചറിവുണ്ട് എങ്കിൽ അവൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ബി അന്നഹു മൗഖൂഫുൻ, അവനൊരു പതനമുണ്ട്, അവനൊരു നിശ്ചലതയുണ്ട്, അവനൊരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിലെത്തുമ്പോൾ അവൻ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. അതാണ് തൊട്ട് മുമ്പ് നവാസ് അൻവാരി നമ്മളോട് സൂചിപ്പിച്ചത്, ബി അന്നഹു മൗഖൂഫുൻ. നമ്മൾ ഇന്ന് രാവിലെ അണിഞ്ഞിട്ടുള്ള മഫ്തയും ഇന്ന് രാവിലെ അണിഞ്ഞിട്ടുള്ള ഷർട്ടും അതിൻ്റെ ഓരോ ബട്ടണുകളുണ്ടല്ലോ, അത് നമ്മളാണോ അഴിക്കുക, അതല്ല നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവനാണോ അഴിക്കുക എന്നറിയില്ല. എവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് എന്നറിയില്ല, എവിടെ എത്തുമ്പോഴാണ് നമുക്ക് ഇറങ്ങേണ്ടി വരിക എന്നറിയില്ല. ബി അന്നഹു മൗഖൂഫുൻ, നമുക്കൊരു പതനമുണ്ട്. ആ പതനത്തിന് മുമ്പ് നമുക്കിതിനെ ബോധ്യമാകേണ്ടതുണ്ട്. വമൻ അലിമ ബി അന്നഹു മൗഖൂഫുൻ, ഒരുത്തനെ ഈ പതനമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ
ഫൽയഅലം, അവനറിയണം, ബിഅന്നഹു മസ്ഊലുൻ, അവന് കുറേ ചോദ്യങ്ങൾ ഉണ്ടാകും. അള്ളാഹിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ പടച്ചോൻ വെറുതെ വിടൂല. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, വെറുതെ സൃഷ്ടിച്ചതാണെന്നും വെറുതെ വിടുമെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹിൻ്റെ അരികിലേക്ക് പോണ ആ ഒരു ദിവസത്തെ വല്ലാതെ ഭയക്കണം. വേണ്ടേ? ദുനിയാവിൽ നമ്മൾ ഭയപ്പെടുന്നതും നമ്മൾ കരയണതും നമ്മൾ സങ്കടപ്പെടുന്നതും ദുനിയാവിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹിൻ്റെ അരികിലേക്ക് പോണ ദിവസം ഞാൻ എങ്ങനെ ഇരിക്കും? എൻ്റെ അവസ്ഥ എങ്ങനെയിരിക്കും? സുഖമായിരിക്കോ? സന്തോഷമായിരിക്കോ? ആ ദിവസത്തെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാകണം. ബിഅന്നഹു മസ്ഊലുൻ, ആ ചോദ്യമുണ്ട് എന്ന് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫൽയുഇദ്ദ ലിസ്സുആലി ജവാബൻ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവൻ്റെ കൈവശമുണ്ടാകണം. പലതിനുമുള്ള പല ആളുകളും വന്ന് ചോദിക്കുമ്പോൾ പലതിനും മറുപടി കൊടുക്കുന്ന നമുക്ക് പടച്ചോൻ്റെ അരികിലേക്ക് ചെന്നെത്തിക്കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിയണം. അതിന് ഈ ലോകം നമുക്ക് വേണ്ടി, ഈ ലോകത്തെ പരലോകത്തിന് വേണ്ടി വിൽക്കാൻ നമുക്ക് കഴിയണം. വേണ്ടേ? പരലോകത്തെ വിലക്ക് വാങ്ങുന്നതിന് വേണ്ടി ഈ ദുനിയാവിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും സഹിക്കാനും നമുക്ക് പറ്റണം. നന്മ ചെയ്യാൻ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്നറിയോ? ക്ഷമയാണ് കേട്ടോ. ക്ഷമയാ. പാതിരാത്രി എല്ലാവരും ഉറങ്ങണ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കണമെങ്കിൽ അവനൊരു ക്ഷമ വേണം. സുഫിയാൻ സൗരി റഹ്മഹുല്ല ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? അന്നാസു യനാമൂൻ, ലോകത്തുള്ള മുഴുവൻ ആളുകളും ഉറങ്ങല്ലേ, വലാക്കത്തനാം, താങ്കൾ ഉറങ്ങുന്നില്ലല്ലോ. ആ സമയത്ത് ആ മകൾക്ക് ഉപ്പ കൊടുക്കണ ഒരു മറുപടി ഉണ്ട് കേട്ടോ. ഇന്ന അബാക്കി, നിന്റെ ഉപ്പ എന്താ പ്രശ്നം എന്നറിയോ? നിന്റെ ഉപ്പ ഉറങ്ങാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? ഖാഫ സയ്യിആത്ത്, എൻ്റെ തെറ്റുകളെ ഞാൻ ഭയപ്പെടുക, ഞാൻ പേടിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നമസ്കാരത്തിന് ശേഷം മാറിയിരുന്ന് കരഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചില്ലേ, എന്തിനാ കരയണത്? ആ മനുഷ്യൻ പറഞ്ഞു പോയില്ലേ, അല്ല എനിക്ക് സ്വർഗം കിട്ടൂലേ, എനിക്ക് സ്വർഗം കിട്ടൂലേ. അവരുടെ ആശങ്കകൾ അതായിരുന്നു, അവരുടെ ടെൻഷൻ അതായിരുന്നു. ദുനിയാവിൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ പോകും എന്നുള്ളതല്ല. ദുനിയാവ് നമുക്ക് വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, പരലോകത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. ആ നടന്നു പോകുന്ന പരലോകത്തിൻ്റെ വഴിയാത്രകൾ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കാനും മനോഹരമാക്കാനും നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ റഹ്മത്തും ബർക്കത്തും നമുക്കുണ്ടാകും. പടച്ചോനെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. മക്കാ മുശ്രിക്കീങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഖുർആൻ പറഞ്ഞത് എന്താ? വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അല്ലാഹ് ആരാണെന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് വേണ്ടതൊക്കെ തരുന്നത് പടച്ചോനാന്നേ. തൊട്ടപ്പുറത്ത് പലസ്തീൻ എന്ന് പറയുന്ന നാട് അത്രയും സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇവിടെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന നമ്മളുണ്ട് എങ്കിൽ രണ്ടും ഒരേ റബ്ബ് തന്നെയാണ് നൽകുന്നത്, ഒരേ റബ്ബ് തന്നെയാണ് നൽകുന്നത്. അവിടെ ആ റബ്ബ് തീരുമാനമെടുക്കുന്നത് അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും മനോഹരമായി നിലപാടുകൾ സ്വീകരിക്കുന്നവർ ആരുണ്ടെന്നറിയാൻ വേണ്ടിയാ പടച്ചോൻ ഈ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ഈ സംവിധാനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനാണെങ്കിലും നമ്മൾ എടുക്കുന്ന സുഖങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും ആസ്വാദനങ്ങളാണെങ്കിലും അതിലെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് പറ്റണം. പടച്ചോൻ്റെ ഔദാര്യാണ് കേട്ടോ ഈ ജീവിതം. കയ്യിൽ 100-ൻ്റെയും 500-ൻ്റെയും നോട്ടുകളുണ്ട് എങ്കിലേ അത് ഇന്നലെ ആരുടെയോ കൈകളിലിരുന്ന നോട്ടാണ്. അതിന്ന് നമ്മുടെ കൈവശം വന്നിട്ടുണ്ടെങ്കിൽ അത് നാളെ ആരുടെയോ കൈകളിലേക്ക് പോകാനുമുള്ളതാണെന്ന ഓർമ്മയും ബോധ്യവും ഉണ്ടാകണം. ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നൊരു ഇല വീഴുന്നുണ്ടെങ്കിൽ ആ ഇലയും നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ വീണ പോലെ നീയും വീഴും. ഒരു പള്ളിപ്പറമ്പിനരികിലൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ ആ പള്ളിപ്പറമ്പിലെ മൈലാഞ്ചി ചെടികൾക്ക് നമ്മളോട് കുറേ കഥകൾ പറയാനുണ്ട്. അവിടെ എത്തുമ്പോൾ പ്രാർത്ഥിക്കാനും സലാം പറയാനും അള്ളാൻ്റെ റസൂല് പറഞ്ഞില്ലേ? അതിൽ വരെ അള്ളാൻ്റെ റസൂല് ചേർത്ത് വെച്ച വാക്യം എന്താ? ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞാനും ഇതിലേക്ക് വരാനുള്ളതാ, ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാനുള്ളതാ. കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയെന്ന് ബോധ്യമുണ്ടാകണം. നന്മയിൽ മുന്നേറാൻ കഴിയണം. അബ്ദുല്ലാഹിബ്നു മുബാറക് എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ഒരു പണ്ഡിതൻ ഹജ്ജിന് പോകുന്ന വേളയിൽ ഒരു തമ്പടിച്ചൊരു ഗ്രാമത്തിൽ പാർക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നൊരു കുപ്പത്തൊട്ടിയിൽ നിന്ന് എന്തോ ഒരു സംഗതി എടുത്തിട്ട് അവരുടെ
ഒരു കയ്യിലുണ്ടായിരുന്ന ഇലയിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. ആ പൊതിഞ്ഞു പിടിച്ച സമയത്ത് അബ്ദുല്ലാഹിബ്നു മുബാറക് ഇത് കാണുന്നുണ്ട്. അദ്ദേഹം ഒരു അനുയായിയെ പറഞ്ഞു വിടുന്നുണ്ട്, ഈ സ്ത്രീക്ക് എന്താണ് പ്രശ്നമെന്ന് അറിയണം, അന്വേഷിക്കണം. അവിടെ ചെന്ന സമയത്ത് ആ സ്ത്രീയുടെ അവസ്ഥ ഇദ്ദേഹം മനസ്സിലാക്കിയ കാര്യം അബ്ദുള്ളയോട് വന്ന് പറയുന്നുണ്ട്. അബ്ദുള്ള, നിങ്ങൾക്കറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ആ സ്ത്രീ ആ ഇലയിൽ പൊതിഞ്ഞു കൊണ്ടുപോയതെന്നറിയോ? അത് ചത്ത പക്ഷിയാണ് അബ്ദുള്ള. കാരണം എന്താണെന്നറിയോ? അവർ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി അബ്ദുള്ള. അവർ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. വിശന്നു കഴിഞ്ഞാൽ, പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ചത്തതും അനുവദനീയമാകുമല്ലോ അബ്ദുള്ള എന്ന് കരുതിയിട്ടാണ് ആ സ്ത്രീ ആ ചത്ത പക്ഷിയെ അവരുടെ ആ ഇലയിൽ പൊതിഞ്ഞു കൊണ്ടുപോയത്. ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു മുബാറക് ആ കൂടി നിന്ന ആളുകളോട് പറയുന്നുണ്ട്, കേട്ടോ, നിങ്ങളുടെ കൈവശമുള്ള പണമെല്ലാം എൻ്റെ മുന്നിൽ വെക്കണം. ശേഷം നമുക്ക് തിരിച്ചു പോകാൻ എത്ര പൈസ വേണമെന്ന് കണക്കാക്കി നിങ്ങൾ എടുക്കണം. ആ പൈസയും കണക്കാക്കി ബാക്കിയുള്ള പണം മുഴുവനും ആ സ്ത്രീക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, ഈ വർഷം നമുക്ക് ഹജ്ജില്ല, ഇതാണ് നമ്മുടെ ഹജ്ജ്. ഇതാണ് നമ്മുടെ ഹജ്ജ്. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, സങ്കടക്കടലായി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ട് എങ്കിൽ ഒന്നുകിൽ നമ്മുടെ കയ്യിലുള്ളതുപോലെ അവന് നൽകണം, അതല്ലെങ്കിൽ അവനോട് മാന്യമായി പെരുമാറണം, അതുമല്ലെങ്കിൽ അവന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഗസയിലെയും പലസ്തീനിലെയും മക്കൾക്ക് വേണ്ടി നമ്മൾ മനമുരുകി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ ഉണ്ണുന്നുണ്ടെങ്കിൽ അവിടുത്തെ മക്കൾ ഉണ്ണാതെ നോമ്പെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ നമ്മുടെ റബ്ബ് വലിയവനാ. 94 തവണ ഒരേ സമയം അല്ലാഹു അക്ബർ എന്നൊരു ദിവസം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ റബ്ബ് ഏറ്റവും വലിയവനാ. ഈ രൂപത്തിൽ നമ്മളെ സംവിധാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായി നമ്മളെ സംഹരിക്കാനും ഇതിനേക്കാൾ ഏറെ മനോഹരമായി നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ആ റബ്ബിന് കഴിയും. അല്ലാഹു ഏറ്റവും വലിയവനാണ്. നന്മയിൽ മുന്നേറണം. തിന്മകളെയെല്ലാം നന്മകൾ കൊണ്ട് മായ്ച്ചു കളയാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.